വിവാഹിതനായ പ്രവീണിന് ഗായത്രിയോട് തോന്നിയ പ്രണയം. ഭാര്യയെ ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാമെന്ന് വാക്കു നൽകുകയാണ്. വിശ്വസിപ്പിക്കാനായി താലിയും ചാർത്തി ഫോട്ടോയും എടുത്തു. പ്രവീണിന്റെ ഭാര്യയെ ബന്ധമറിഞ്ഞതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. അതോടെ ഗായത്രി താലി ചാർത്തിയ ഫോട്ടോ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ആക്കി. വഴക്കിടാനുള്ള കാരണമല്ല, കൊല്ലാനുള്ള കാരണമാണ്. തിരുവനന്തപുരം ഗായത്രി വധക്കേസിൽ ശിക്ഷ വിധിച്ചു. കേസിലെ ഏകപ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ വെച്ച് ഗായത്രി കൊല്ലപ്പെട്ടിട്ട് 3 വർഷത്തിനിപ്പുറമാണ് ആ കേസിലെ പ്രതിക്ക് കോടതി ശിക്ഷ നൽകുന്നത്. അതും ഗായത്രിയുടെ കുടുംബം ആഗ്രഹിച്ച പോലൊരു ശിക്ഷ. ഈ കേസിലെ ഏകപ്രതി പ്രവീൺ ഇനി ജീവിതകാലം അത്രയും കാരാഗൃഹത്തിൽ കഴിയണം. ജീവപര്യന്തമെന്നാൽ മരണം വരെ എന്നാണ് കോടതി വ്യാഖ്യാനം. ഗായത്രി വധക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സിജു ഷേഖ് വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. ആ പിഴത്തുക ഗായത്രിയുടെ കുടുംബത്തിന് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ പ്രതി 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട്. പിഴ കൊടുക്കാത്ത പക്ഷം 1 വർഷം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം. വിചാരണ പൂർത്തിയാക്കാൻ ഒരൽപ്പം വൈകിയെങ്കിലും നീതി കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഗായത്രിയുടെ കുടുംബം. ദൃക്സാക്ഷികളൊന്നും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. ആരും ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സയന്റിഫിക് എവിഡൻസിന്റെ ബേസിസിലും കോൾ റെക്കോർഡിങ്സ്, പിന്നെ ടവർ ലൊക്കേഷൻസ്, ഡോക്ടറിന്റെ മൊഴി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായിട്ട് വന്നത്. അപ്പോൾ അതിന്റെ എല്ലാം ബേസിസിലാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. അപ്പോൾ അതിൽ സന്തോഷം. പോലീസ് അന്വേഷണത്തിലെ കൃത്യതയാണ് പ്രതി പ്രവീൺ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് കോടതിയിൽ എത്തിച്ചത്. ഡിജിറ്റലായിട്ടുള്ള എവിഡൻസുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ, പിന്നെ ചാറ്റുകൾ, അതൊക്കെ കൃത്യമായിട്ട് കോടതിയിൽ എത്തിക്കാനും അത് തെളിവിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. 2022 മാർച്ച് 5-നായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ വെച്ചാണ് പ്രതി പ്രവീൺ കാമുകി ഗായത്രിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപാതകം നടത്തിയത്. വിവാഹിതനായ പ്രതി പ്രവീൺ കൊല്ലം പരവൂർ സ്വദേശിയാണ്. കൊല്ലപ്പെട്ട ഗായത്രിയും പ്രവീണും തിരുവനന്തപുരത്തെ ജുവലറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇരുവരും സൗഹൃദത്തിലായി. അടുപ്പം പ്രണയബന്ധത്തിലെത്തിച്ചു. ഭാര്യയെ ഒഴിവാക്കി ഗായത്രിയെ ജീവിതത്തിലേക്ക് കൂട്ടാമെന്നായിരുന്നു പ്രവീണിന്റെ വാഗ്ദാനം. അത് വിശ്വസിപ്പിക്കാനായി വെട്ടുകാട് പള്ളിയിൽ വെച്ച് രഹസ്യമായി പ്രവീൺ ഗായത്രിയുടെ കഴുത്തിൽ താലി ചാർത്തി. ഇരുവരും തമ്മിലുള്ള ബന്ധം പ്രവീണിന്റെ ഭാര്യ അറിഞ്ഞു. ഇക്കാര്യം ഭാര്യ ജ്വല്ലറി അധികൃതരെ അറിയിച്ചു. തുടർന്ന് പ്രവീണിനെ തമിഴ്നാട്ടിലെ ശാഖയിലേക്ക് സ്ഥലം മാറ്റി. ഇതറിഞ്ഞ ഗായത്രി താലികെട്ടിന്റെ ചിത്രം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി. തുടർന്ന് പ്രവീൺ ഗായത്രിയെ തിരുവനന്തപുരത്തെ ലോഡ്ജിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. അനുരഞ്ജനത്തിനുള്ള ശ്രമമെന്ന നിലയിലാണ് വിളിച്ചത്. വാട്സ്ആപ്പ് സ്റ്റാറ്റസിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഗായത്രി ആത്മഹത്യാ ഭീഷണി മുഴക്കി. സ്നേഹം നടിച്ച് പ്രതി ഗായത്രി അനുനയിപ്പിച്ചു. ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തി. ഗായത്രിയെ കാണാതെ ബന്ധു വിളിച്ചപ്പോൾ പ്രവീണാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഈ ശബ്ദരേഖ വഴിത്തിരിവായി. പ്രവീണിനെ കേസിൽ കുരുക്കായി മാറി. ഇത് മഹിതയുടെ ആന്റിയാണ്, വലിയ ആന്റിയാന്ന് പറയും. മഹിതയുടെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമോ? കൊടുക്കാൻ പറ്റില്ല. കാര്യം പറഞ്ഞു. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഞാനപ്പോ അവളെ കെട്ടിയത്. നിങ്ങളുടെ പേരെന്തുവാ? പ്രവീൺ. ഹോട്ടൽ മുറിയിൽ നിന്ന് പ്രവീണിന്റെയും ഗായത്രിയുടെയും വിരലടയാളങ്ങൾ ലഭിച്ചു. ഇതും പ്രതിക്ക് കോടതിയിൽ തിരിച്ചടിയായി. തമ്പാനൂർ CI ആയിരുന്ന S സനോജാണ് കേസ് കൃത്യമായി അന്വേഷിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.